ഈ ആഗോള അയ്യപ്പ സംഗമം വരുന്ന പശ്ചാത്തലത്തിൽ ഒരു മാധ്യമത്തിന് NSS പ്രതിനിധി അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി കൊടുക്കുന്ന ഒരു അഭിമുഖമല്ലേ യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഇപ്പോൾ ഷട്ട് വിവാദമാണെങ്കിലും മിത്ത് വിവാദമാണെങ്കിലും LDF പിന്തുണച്ചിട്ടില്ലല്ലോ. അന്ന് LDF അകലം പാലിക്കുകയല്ലേ ചെയ്ത്. അതെ. അപ്പോൾ എന്ത് ഡീൽ അവിടെയുള്ളത്? എന്താണ് കാര്യം? അതാണ് അറിയേണ്ടത്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ കോൺഗ്രസ് വിട്ടുനിന്നു, അത് NSS ഇഷ്ടമായില്ല. നിങ്ങൾ എടുക്കുന്ന നിലപാട് ശരിയാണോ? അത് വോട്ട് രാഷ്ട്രീയമാണെന്ന് പറയുന്നു. ആ വെൽഫെയർ പാർട്ടിയുമായിട്ടും നിങ്ങൾ SDP-യുമായിട്ടും ബന്ധപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ പറയുന്നു അവർക്ക് ന്യൂനപക്ഷ വോട്ട് മതി. അതിപ്പോ സംഭവിക്കുന്നത് അതിപ്പോഴല്ലേ തീരുമാനം. സുകുമാരനാര് പറഞ്ഞത് അതല്ലോ. സുകുമാരനാര് പറഞ്ഞത് അന്ന് 7 വർഷം മുമ്പ് സർക്കാരിന് വേണമെങ്കിൽ സ്ത്രീകളെ കയറ്റാമായിരുന്നു, പക്ഷെ കയറ്റിയില്ല. അതൊരു വലിയ കാര്യമാണ്. അത് ഇപ്പോഴല്ല പറയേണ്ടത്, അത് അന്നേയുള്ള കാര്യമാണ്. നോക്കൂ, അന്നത് ബോധ്യമുണ്ടായിട്ടും എങ്ങനെയാണ് 2021 UDF 2021 ശേഷം ഈ കേസ് വരുന്നത് എപ്പോഴാ? അത് എങ്ങനെയാണ് റിവ്യൂ പെറ്റീഷൻ? അല്ലല്ല, റിവ്യൂ പെറ്റീഷൻ 2021 റിവ്യൂ പെറ്റീഷൻ വരുന്ന സമയത്ത്, അതായത് കോടതിയിൽ പോകുന്ന സമയത്ത് ഈ വിഷയം അവസാനിക്കുന്ന എവിടെ വെച്ചാ? ഏത് വർഷമാണ്? അല്ലല്ല, ഈ കോടതിയിൽ പോകുന്ന കോവിഡിന് ശേഷം ഈ വിഷയം കോവിഡിന് മുമ്പ് അല്ലല്ല, കേൾക്കൂ, ഈ വിഷയം റിവ്യൂ പെറ്റീഷൻ പോകുന്നതെന്നാ ഒന്ന് നോക്കൂ. അതിൽ ഈ 7-അംഗ ബെഞ്ചിലേക്ക് വിടുന്നതെന്ന 7-അംഗ ബെഞ്ചിന് വിടുന്ന സമയത്താണ് ഈ പറയുന്ന NSSന് ബോധ്യം വരുന്നത്. ഈ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്, ആ നിലപാട് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകും. സർക്കാർ അവസാനമായി മണ്ഡലകാലം അടച്ചതിന് ശേഷം എപ്പോഴാണ് സ്ത്രീകൾ കയറാൻ? അടുത്ത വർഷം അടുത്ത കാലം മുതൽ സ്ത്രീകൾ കയറുന്നില്ലെന്ന് മാത്രമല്ല, കോടതിയിൽ പോകുന്ന സമയത്താണല്ലോ ഇപ്പൊ പറയുന്നു. ഇപ്പോഴും വിധി നിൽക്കുകയല്ലേ 21, 22, 23, 24 ഒക്കെ കേട്ടമായിരുന്നു. അല്ല, കോവിഡ് കാലത്തിന് ശേഷം ഇലക്ഷൻ നടക്കുന്നത് എപ്പോഴാണ്? ശബരിമലയിൽ വിവാഹം നടക്കുന്ന ഏത് സമയത്താണ്? 2019 ഏത് കാലം? 2019 മണ്ഡലകാലം കഴിഞ്ഞിട്ട് കോടതിയിലേക്ക് ഈ സാധനം വരുന്ന പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാ. അതാ ഞാൻ പറഞ്ഞത്. 20 ആകുമ്പോഴേക്ക് കോവിഡ്, 21 കേക്കൂ, കോവിഡ് കാലത്ത് ദർശനമില്ല. 2021 നിങ്ങൾ പറയുന്നത് കേട്ടെ, ഞാൻ പറയുന്നത് കേട്ടെ. 2021 ഇലക്ഷൻ എപ്പോഴാണ്? എന്റെ പൊന്നരുണ, മാർച്ച് മാസം, ഏപ്രിൽ മാസത്തിലെ ഇലക്ഷൻ. 2021 ഇലക്ഷന് മുമ്പ് 2019 ശബരിമലയിലെ വിധിക്ക് ശേഷം 2 or 3 മണ്ഡല ശബരിമല ദർശന കാലത്ത് സ്ത്രീകളെ കയറ്റിയിട്ടില്ല. അതല്ല, അതെങ്ങനെയാണ് 2018 കഴിഞ്ഞ് 2019, 2020 കോവിഡ് കാലം കഴിയുന്നു. 2020 പൂർണ്ണമായിട്ടും കോവിഡ് വരുന്നത്. 2018 കഴിഞ്ഞ് 19 വരുമ്പോൾ 1 വർഷം. അപ്പൊ നോക്കൂ, എന്റെ ചോദ്യം ഇതാണ്. ഇപ്പൊ എന്താണ് സുകുമാരൻ നായർ പ്രതികരിക്കാനുള്ള കാരണം? ഇപ്പോഴാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു രാഷ്ട്രീയ വിവാദം ഉടലെടുക്കുന്നത്. ഏതാണ് രാഷ്ട്രീയ വിവാദം എന്ന് പറയുന്നത്? ആഗോള അയ്യപ്പ സംഗമവുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് വിട്ടുനിൽക്കുന്നു, BJP വിട്ടുനിൽക്കുന്നു, അവർ ബദൽ സംഗമം സംഘടിപ്പിക്കുന്നു. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, ഈ വിഷയത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തപ്പോൾ നിങ്ങൾക്ക് LDF സർക്കാരിനാണ് വിശ്വാസം? യെസ്, അവർ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങളാണ്. വിശ്വാസികളുടെ ഇതൊന്നും വ്രണപ്പെടുത്തുന്ന ഒന്നും ചെയ്തിട്ടില്ല. ആ സാഹചര്യത്തിലല്ലേ NSS പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏതൊരു ഡീൽ ഉണ്ടാവണമെങ്കിൽ, അല്ല, ഡീൽ ഉണ്ടാവണമെങ്കിൽ വിത്ത് വിഷയത്തിൽ, ഷട്ടിന്റെ വിഷയത്തിൽ ഏത് ഉറപ്പാ കിട്ടിയത്? ഏതുറപ്പാ? വളരെ വ്യക്തമായി പറയുന്നു. അല്ലല്ല, NSSന്റെ സാമുദായിക NSSന്റെ അല്ലല്ല, ജിമ്മി എന്തുറപ്പ് കിട്ടിയെന്നാ പറഞ്ഞിരിക്കുന്നത്? എന്തുറപ്പ് കിട്ടിയെന്നാ പറഞ്ഞിരിക്കുന്നത്? അല്ല, എന്തുറപ്പ്? അല്ല, സ്മൃതിയല്ല പറഞ്ഞേ, എന്തുറപ്പ് കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? Yes, the government assured us that they will resolve the issues in Shabarimala. They also assured us that custom will be protected. And they won't do anything against it. Yes. The assurance was conveyed by Devasu Minister Ian Vasavan with the Chief Minister's knowledge. അതായത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആചാരം ലംഘിക്കുന്ന ഒന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്നുള്ള ഉറപ്പ്. ആ ഉറപ്പിനെ നിങ്ങൾ എങ്ങനെയാണ് NSSന്റെ ഡീലായിട്ട് ചിത്രീകരിക്കുക? അത് മാത്രമേ ഉള്ളൂ. എന്റെ വിഷയം ശബരിമലയിലെ സ്ത്രീ പ്രവേശ വിവാഹത്തിന് ശേഷം 2 or 3 മണ്ഡലകാലം കോവിഡിന് മുമ്പ് സ്ത്രീകളെ കയറ്റിയിട്ടില്ല. അത് സർക്കാരിന്റെ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തെക്കുറിച്ച് അന്നേ അറിയാമായിരുന്ന NSS ജനറൽ സെക്രട്ടറി ഇപ്പോഴല്ല അതിനെക്കുറിച്ച് പറയേണ്ടത്. നോക്കൂ, ആ സമയം മുതൽ ഈ നിമിഷം വരെ കോൺഗ്രസിനെയും BJPയും വിശ്വസിച്ച NSSന് ആ തെറ്റ്
വിശ്വസിച്ച് എന്തിനാണെന്നോ ഈ സർക്കാരിന്റെ നാമജപ ഘോഷയാത്രയിൽ ഒപ്പം സർക്കാരിന്റെ നിന്ന് കാര്യം പറഞ്ഞത്. നിയമം നിർമ്മിക്കുമെന്ന് BJP. സർക്കാരിന്റെ കാര്യം പറഞ്ഞത്. അതാ പറഞ്ഞത്, ഇതെല്ലാം സർക്കാർ ഒരുമിച്ചല്ലേ വരുന്നത്. സ്ത്രീകളെ അല്ല, കയറ്റില്ല ഇവിടെ എന്ന് ആഗോള അയ്യപ്പ സംഗമം പോലെ സ്ത്രീകളെ ആഗോള അയ്യപ്പ സംഗമം പോലെ സർക്കാർ സ്ത്രീകളെ 2021 കയറ്റില്ല ശേഷം എന്ന കാര്യം. എപ്പോഴെങ്കിലും ശബരിമല നമ്മൾ ഇതേപോലെ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഈ വിഷയം പറയരുത്. ഈ വിഷയത്തിലാണ് സർക്കാർ അതെനിക്ക് മനസ്സിലാവുന്നത്. അതല്ല പറഞ്ഞത്. അല്ല, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വിഷയം സംസ്ഥാന സർക്കാർ 2021 എങ്ങനെ NSS പറയുക? സംസ്ഥാന സർക്കാർ സ്ത്രീകളെ കയറ്റാതിരുന്നത് 3-4 ശബരിമല സീസൺ ശേഷമാണ് ഈ നോക്കൂ. കോവിഡ് വരുന്നത്. 2021 വരുന്നത് 2021 ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു മിനിറ്റ്. 2021 ഇലക്ഷൻ സമയത്ത് ശബരിമല നടക്കുന്നുണ്ടല്ലോ, ശബരിമല സ്ത്രീകൾ കയറുന്നുണ്ടോ? ഇല്ല, ഇലക്ഷൻ ഇല്ലല്ലോ. സമയത്തല്ല. 2021 ഇലക്ഷൻ നടക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ്. അപ്പൊ മണ്ഡലകാലം നടക്കുന്നത് നവംബർ ഡിസംബറിലാണ്. മണ്ഡലകാലം മാത്രമാണ് ശബരിമല കയറുള്ളൂ. എല്ലാ മാസത്തെ കാലം ഏത് മണ്ഡലകാലത്തിന്റെ കാലത്ത്? കാര്യങ്ങൾ അത് പറയും. ഏത് കാലത്തിന്? അല്ല, അപ്പൊ എന്റെ ചോദ്യം ഇതാണ്. ഏത് അപ്പൊ ജിമ്മിയുടെ കാലത്ത്? ആർഗ്യുമെന്റ് എന്താ? ഈ LDF സർക്കാർ വിശ്വാസ സംരക്ഷണത്തിന് കൂടെ നിന്നു എന്ന് NSSന് ബോധ്യമാകാൻ ഇത്രയും വർഷം എടുത്തോ എന്നുള്ളതാണോ ചോദ്യം? അതല്ല വിഷയം. പിന്നെന്താ? വളരെ ലളിതമല്ലേ? ഇത് സംസ്ഥാന കോണ്ടെക്സ്റ്റുവൽ ആയിട്ടാണെന്ന് എടുക്കുന്നത്. കോണ്ടെക്സ്റ്റുവൽ അല്ല. മിത്തിന്റെ വിഷയത്തിൽ എന്താ നിലപാട്? കോണ്ടെക്സ്റ്റുവൽ അല്ല. ശക്തിയുടെ വിഷയത്തിൽ എന്താ നിലപാട് എടുത്തിരിക്കുന്നത്? വിഷയം. എന്താ ഒറ്റ നിങ്ങൾ മിനിറ്റ്, പറയുന്നത്? ഒറ്റ കാര്യം. ഒരു മിനിറ്റ്. ഒരു അടുത്ത മിനിറ്റ്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പരിഹാര ക്രിയയായിരുന്നു ഈ അയ്യപ്പ സംഗമം. ഇത്രയും- അതിനു മുമ്പ് ഇത് സർക്കാർ വളരെ- തന്നെ പോയി ഇത് വളരെ കാണുന്നു, ലളിതമല്ലേ? ഉറപ്പുകൾ കൊടുക്കുന്നു. ഇത്രയും കാലം- ആ ഈ ഉറപ്പിൽ ഉറപ്പ് നമ്മൾ അറിയുന്ന ഇത്രയും ഉറപ്പേ കാലം- ഉള്ളൂ. അല്ലല്ല, അതല്ലാതെ ഇത്രയും കാലം ഒന്നും അറിയില്ല. അല്ലല്ല, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സംഭവം ഉണ്ടായി. ആചാര അത്രേ ഉള്ളൂ. സംരക്ഷണവുമായി വളരെ ബന്ധപ്പെട്ട് ലളിതമാണ്. ആചാര ലംഘനം ഉണ്ടാവില്ല എന്ന് സർക്കാർ ഉറപ്പ് കൊടുത്തതിനെ നിങ്ങൾ NSSന്റെ താല്പര്യം ഉള്ള മറ്റൊരു ഡീലാക്കി ചിത്രീകരിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ഡീലിന്റെ കാര്യം പറഞ്ഞില്ല. ഞാൻ എന്താണ് NSSന്റെ ഡീൽ? എന്താണ് നിങ്ങൾ ചോദിച്ചത്? അതാണ് ഒറ്റ ഡീലേ ഉള്ളൂ NSSന്. വിശ്വാസികളെ മുറിവേൽപ്പിക്കരുത്. വിശ്വാസികളെ മുറിവേൽപ്പിക്കരുത്. പുള്ളി പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ 2018 മുതലേ മുറിവേൽപ്പിക്കുന്നില്ല. എന്താണെന്ന് 2018 മുതലേ ഞങ്ങൾ നിങ്ങൾ ചോദിക്കൂ. മുറിവേൽപ്പിക്കുന്നില്ല. 2021 കഴിഞ്ഞ് 2021 ഈ കേസ് സുപ്രീം കോടതിയിൽ പോകുന്നതും സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ പോകുന്നതും പിന്നീടാണ്. സർക്കാർ വിചാരിച്ചിരുന്നെങ്കിൽ സ്ത്രീകളെ അന്ന് കയറ്റാമായിരുന്നു. കയറ്റിയിരുന്നത് 2019 കാര്യമാണ്. ശ്രീ അരുൺ 2021 22 അല്ല. അല്ലല്ല, അതിനുശേഷം പറയുന്നുണ്ട് സർക്കാർ ആ തെറ്റ് തിരുത്തിയാൽ അത് അംഗീകരിക്കണമെന്നാണ് പറയുന്നത്. അത് പിന്നെ ഈ വിഷയം അതേ ഇന്റർവ്യൂലാണ് ജിമ്മി. ഇത് രണ്ട് തെറ്റിദ്ധരിപ്പിക്കല്ലേ? രണ്ട് അതേ ഇന്റർവ്യൂലാണ്. നിങ്ങളാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതേ ഇന്റർവ്യൂലല്ലേ? രണ്ട് ചോദ്യത്തിനുള്ള രണ്ട് ഉത്തരമാണ്. അതേ ഇന്റർവ്യൂലാണ്. അല്ലല്ല, അതേ ഇന്റർവ്യൂവിൽ തന്നെ സുകുമാരൻ നായർ പറയുന്നുണ്ട് തെറ്റ് തിരുത്തിയാൽ അതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്. അതെ, 2018 സംസ്ഥാന സർക്കാർ അത്രേ ഉള്ളൂ. 2018 സംസ്ഥാന സർക്കാർ ഒരു തെറ്റ് തിരുത്തിയത് G. സുകുമാരൻ നായർക്ക് മനസ്സിലായത് 7 വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, എന്താണ് ഡീൽ? ഇതുവരെയും 7 വർഷത്തിന് ശേഷം അല്ലല്ല, നടന്ന ഇല്ല, ഇല്ല, ഇല്ല. ഇതുവരെയും സ്ത്രീപ്രവേശം ഉത്തരം പറയുന്നില്ല ഒരു സർക്കാർ. കാര്യം, 2021 ഇതേ സുകുമാരൻ നായർ അന്ന് ഇത് ബോധ്യമാവാത്തത് കൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും അതെന്താ ബോധ്യമാവാത്തെ? ബോധ്യമായില്ല. അതെന്താ കാര്യം? ബോധ്യമാവില്ല. കാരണം സംസ്ഥാന എന്താ? സർക്കാർ- അതിനുശേഷം അതല്ല സംസ്ഥാന സർക്കാർ- അതല്ല സംസ്ഥാന കേക്കൂ സർക്കാർ- ഇതാണ് ജിമ്മി. ഞാൻ ഇതെന്ന റിവ്യൂ പറയുന്നത് പെറ്റീഷൻ വരുന്നത്. സംസ്ഥാന സർക്കാർ- റിവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതി വരുന്നത് എന്നാ? സംസ്ഥാന സർക്കാരിന് അന്ന് ഞാൻ എന്റെ പോയിന്റ് പറയട്ടെ. സംസ്ഥാന എന്താണ് സർക്കാരിന് നിങ്ങൾ വേണമെങ്കിൽ സ്ത്രീകളെ കയറ്റാതിരിക്കാമായിരുന്നു. കയറ്റാമായിരുന്നു. പക്ഷെ അവർ ചെയ്തില്ല. അതാണ് മര്യാദ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അന്നേ ചെയ്തതാണ്. ഇപ്പോഴല്ല അതിന് കൈയടിക്കേണ്ടത്. നല്ല കാര്യമാണ്. അതാണ് എനിക്ക് മനസ്സിലാവുന്നതല്ല. 2021 പുതിയ സർക്കാർ വരുന്നത്. ആ സർക്കാരുമായി ആ 2021 പുതിയ സർക്കാർ വരുന്നത്. മൈക്രോ ഫിനാൻസിൽ അന്വേഷണ മാറ്റി കൊടുത്തു. കോടതി സമ്മതിച്ചില്ല. NSSന്റെ കാര്യത്തിൽ നിലവിൽ സുകുമാരൻ നായർക്കെതിരെ അങ്ങനെ ഒരു കേസ് ഇല്ല. ഞാൻ പറഞ്ഞില്ലല്ലോ. സുകുമാരൻ നായർക്ക് ഈ സർക്കാർ വിചാരിച്ചൊരു കേസ് ഒന്നും ഊരി കൊടുക്കേണ്ട കാര്യമില്ല. സുകുമാരൻ നായരുടെ കുടുംബത്തിന് അല്ല പിന്നെ നിങ്ങളെന്താ ഡീൽ എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തെ മുഴുവൻ നിങ്ങൾ സംശയത്തിന് മുന്നിൽ നിർത്തുന്നു. പിന്നെന്താ ഡീൽ? എന്താ ഡീൽ? NSS എന്ന് പറഞ്ഞാൽ സമുദായ ഒറ്റ ഡീല് NSS അന്നും ഇന്നും ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ളൂ. അത് വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്നതാകരുത്. അന്ന് നരേന്ദ്രനാഥ് നായർ പറയുന്നതാണെങ്കിലും ശരി, സുകുമാരൻ നായർ പറയുന്നതാണെങ്കിലും ശരി, NSS എടുത്തിരിക്കുന്ന എല്ലാ നിലപാടും വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നതാണ്. അക്കാര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെതാണ് കൂടുതൽ ആത്മാർത്ഥതയുള്ള നിലപാടെന്ന് ഇപ്പോൾ ബോധ്യം വന്നിരിക്കുന്നു. അന്ന് സ്ത്രീകളെ കയറ്റാമായിരുന്നിട്ടും തെറ്റ് തിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റ് തിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ജിമ്മി ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. അരുണേ, അന്ന് സ്ത്രീകളെ കയറ്റാമായിരുന്നിട്ടും അന്ന് സ്ത്രീകളെ കയറ്റിയില്ല എന്ന് അത് വലിയ കാര്യം. ഒരു കാര്യം കൂടി പറയാം. ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതല്ല. നാമജപ ഘോഷയാത്രയിൽ അവർ പിന്നീടാണ് വന്നതെന്നും അദ്ദേഹത്തിന് ഇപ്പോഴാണ് മനസ്സിലായത്. ഭയങ്കരമാണ് കേട്ടോ. 7 അതല്ല ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ നിങ്ങളൊരു ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ചോദിക്കുമ്പോഴാണ് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് അനലൈസ് ചെയ്ത് പറയുക. അതെപ്പോ പറയണമെന്ന് തീരുമാനിക്കേണ്ടത് സുകുമാരൻ നായരുടെ അവകാശമാണ്.
അത് അത് സംശയമൊന്നുമില്ല. NSS-ന്റെ പക്ഷേ പക്ഷേ NSS നിങ്ങൾ- പോലൊരു നിങ്ങൾ പ്രസ്ഥാനത്തിന് എന്തിനാണ് ഡീൽ നിങ്ങൾ- കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനൊരു നിലപാട് ഡീൽ എടുത്തത് കിട്ടിയതാണെന്ന് എന്ന നിലപാട് പറഞ്ഞില്ല. What is ഞാൻ the deal? അംഗീകരിക്കില്ല. അതുകൊണ്ട് അത്രേ ഉള്ളൂ. ഞാനും ചോദിക്കുന്നു, നിങ്ങൾ എന്ത് അത് എന്റെ അവകാശമാണ്, നിങ്ങൾ എന്തിനാണ് അത് ഇപ്പോൾ പറഞ്ഞത്? അതും ഞാൻ ചോദിക്കുന്നു. വളരെ കൃത്യമാണ്. ഈ കോൺഗ്രസിന്റെയും BJP-യുടെയും ഈ ഇരട്ടത്താപ്പ് വളരെ കൃത്യമായില്ലേ? BJP-യുടെ ഇരട്ടത്താപ്പാണെങ്കിൽ അദ്ദേഹം പറയുന്ന വർഷം 2019 തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. 7 വർഷം ഇത് കഴിയുന്നു. കൃത്യമായി ശബരിമല വെച്ച് അത് രാഷ്ട്രീയം കളിക്കുന്നത് അത് കഴിഞ്ഞ് ആരാണെന്ന് 2 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ? ശബരിമല വെച്ച് രാഷ്ട്രീയം കളിക്കുന്നത് ആരാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറയുകയാണ് ജിമ്മി. 2 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും മിണ്ടിയില്ലായിരുന്നേ. അതിനുശേഷം ഏത് തെരഞ്ഞെടുപ്പ്? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇതേ NSS അന്ന് ബോധ്യം വരാത്തത് കൊണ്ടാണ് നിലപാടെടുത്തത്. അതിനുശേഷം തെറ്റുതിരുത്തുമ്പോ NSS ആ തെറ്റുതിരുത്തുന്നത് മനസ്സിലാക്കുന്നു. ആ അഭിമുഖത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതാണ് എന്റെ ടേക്ക്. എന്റെ ടേക്ക് ഇത്രയേ ഉള്ളൂ. NSS-ന്റെ തെറ്റുതിരുപ്പൽ 7 വർഷങ്ങൾക്ക് ശേഷമാണ്. വൈ? Meet the editors.